വീണ്ടും ക്രൈസ്തവ മൂല്യങ്ങളും സഭാ പാരമ്പര്യങ്ങളും സുവിശേഷ സത്യങ്ങളും കാറ്റിൽ പറത്തി ആംഗ്ലിക്കൻ സഭയുടെ അധപതനം. ആഗോളതലത്തിലെ ആദ്യ ലെസ്ബിയൻ ആർച്ച് ബിഷപ്പായി വെയിൽസിന്റെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ചെറി വാൻ സ്ഥാനമേറ്റിരിക്കുന്നു. നവംബർ 8-ന് വെയിൽസിലെ 15ാമത് ആർച്ച് ബിഷപ്പായി ചെറി വാന്റെ സിംഹാസന ആരോഹണം നടന്നു. ന്യൂപോർട്ടിലെ സെയിന്റ് വൂലോസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ അൾത്താരയ്ക്ക് മുന്നിൽ നടന്ന സ്ഥാനാരോഹണ പരിപാടികൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പായി നിയമിതയാകുന്ന ആദ്യ വനിതയെന്ന സ്ഥാനത്തേക്ക് ലണ്ടനിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് സാറ മുള്ളാലി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് കുറെ കൂടി വേദനാജനകമായ ഈ പുതിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനാണ് കാന്റർബറി ആർച്ച് ബിഷപ്പ്. ആ സ്ഥാനത്തേക്കായിരുന്നു സാറ മുള്ളാലി എന്ന വനിത തെരഞ്ഞെടുക്കപ്പെട്ടത്. 1534 കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ് ആഗോള ആംഗ്ലിക്കൻ സഭയുടെ മാതൃസഭ. ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിയാനുള്ള കാരണം സഭാ പഠനങ്ങൾ നിഷ്കർഷിക്കുന്ന വിവാഹബന്ധത്തിലെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിൽ പുതിയ സിദ്ധാന്തത്തെ പിഞ്ചെന്നതിന്റെ പേരിലായിരുന്നു. വിലക്കപ്പെട്ട വിവാഹത്തിന് വേണ്ടി 1533 ക്ലെമന്റ് 7 പാപ്പയെ തള്ളി ഇംഗ്ലണ്ടിലെ സഭയെ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് വെട്ടിമാറ്റിയ ഹെൻറി 8 ഇരുന്ന സിംഹാസനത്തിന്റെ ഇന്നത്തെ അവകാശിയാണ് ചാൾസ് രാജാവ്. കത്തോലിക്ക സഭ വിവാഹമോചനം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കാതറിൻ രാജ്ഞിയുമായുള്ള വിവാഹം അസാധുവായി പ്രഖ്യാപിച്ച് ആനി ബോളിനുമായുള്ള വിവാഹത്തിന് അനുമതി നൽകണമെന്നായിരുന്നു ഹെൻറിയുടെ ആവശ്യം. ഇത് അംഗീകരിക്കാത്തതിന് മാർപ്പാപ്പയെ ഹെൻറി 8 തള്ളുകയും കത്തോലിക്ക സഭയെ ശത്രുവായി പ്രഖ്യാപിക്കുകയും തന്നെ ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭയുടെ അധികാരിയായി സ്ഥാപിക്കുകയുമായിരുന്നു. സ്വവർഗ വിവാഹങ്ങൾക്ക് അൾത്താരയിൽ ആശീർവാദം നൽകാൻ മാത്രമല്ല, ആശീർവാദം നൽകുന്ന പുരോഹിതർ പോലും അപ്രകാരമുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന അവസ്ഥ എത്രയോ പരിതാപകരമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ക്രിസ്തുവിനെ നിഷേധിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രഹസനങ്ങളിൽ ക്രിസ്തു എവിടെ? കർത്താവിനെ തുരത്തുന്ന പുരോഗമനവാദങ്ങൾ സഭാ വിഭാഗങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറുമ്പോൾ ജാഗ്രത. പരിശുദ്ധ വചനം പറയുന്നത് പോലെ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?